തീർച്ചയായിട്ടും കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ കേരളത്തിലെ ജനങ്ങളുടെ അതിശക്തയായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങള് 20 നിയോജക മണ്ഡലങ്ങളിലും നിരവധി പ്രാവശ്യം സന്ദർശനം നടത്തുകയും പരിപാടികൾക്ക് പോയ ഒരാളാണ് ഞാൻ. അവിടെയെല്ലാം ഈ സർക്കാരിനോടുള്ള അവരുടെ എതിർപ്പാണ് അവരെല്ലാം പ്രകടമാക്കിയത്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് 7 മാസത്തോളമായി. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഇവരൊക്കെ എങ്ങനെ കഴിയുന്നു? മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാർ, അഗതികൾ, വിധവകൾ, വയോധികർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ആരാണ് അന്വേഷിക്കുന്നത്? എല്ലാ വീട്ടിലും ഈ സർക്കാരിന്റെ നടപടികൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഉണ്ടാവുമായിരുന്നു. അവരുടെയൊക്കെ പ്രതിഷേധമാണിത്. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോയ അതിശക്തമായ പ്രതിഷേധമാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിയ രീതികൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ വിദ്വേഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം, ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ല, അതെല്ലാം പരിശോധിക്കും. കാരണം സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾക്ക് ഒരു ഷോക്കാണ് ഉണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത്. അത് പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധമായൊരു ബന്ധമുണ്ട്. BJP-ക്ക് അവിടെ ജയിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ CPM നന്നായി ചെയ്തിട്ടുണ്ട്, സർക്കാർ ചെയ്തിട്ടുണ്ട്. അവിടെ ജയിച്ചു വന്ന ഒരു ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഇപ്പൊ തോറ്റപ്പോ പറയുന്നതല്ലോ, നേരത്തെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു. നിങ്ങളെല്ലാവരും പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു, കരുവന്നൂർ കേസിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ മാത്രമാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യില്ലെന്ന്. അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി CPM ജില്ലാ സെക്രട്ടറി അടക്കം വിരട്ടി നിർത്തി കേന്ദ്ര സർക്കാർ. അനങ്ങിയില്ല, അവരാരും പ്രവർത്തിച്ചില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾക്ക് സംഘടനാപരമായി എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അപ്രതീക്ഷിതമായ തോൽവി ഞങ്ങൾ പരിശോധിക്കും. LDF-ന് വോട്ട് കൂടിയപ്പോ UDF-ന്റെ വോട്ട് കഴിഞ്ഞ കുറയുകയാണ് ചെയ്തത്. അല്ല, വോട്ട് കുറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായത് BJP-ക്ക് ജയിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. പൂരം കലക്കിയത് എന്തിനാ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് പൂരം കലക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞത്, പൂരം കലക്കി എന്തിനാ പോലീസ്? പൂരം കലക്കിയിട്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം, അതിനെതിരായിട്ടുള്ള ഒരു ദേഷ്യം എല്ലാം വന്ന് അത് ആർക്കാ ഗുണം ചെയ്തത്? ആർക്കാ അവിടെ ഗുണം ചെയ്ത്? അത് BJP സ്ഥാനാർത്ഥിക്കാണ് അവിടെ ഗുണം ചെയ്തത്. നിങ്ങൾ അന്വേഷിച്ച ആരെങ്കിലും, ഇവരാരെങ്കിലും ഈ ഗവൺമെന്റ് അന്വേഷിച്ചു എന്തിനാ പൂരം കലക്കിയത്? എന്നിട്ട് പറഞ്ഞു 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിട്ട് ഒരു കമ്മീഷണർ തലയിൽ വെച്ച കമ്മീഷണറാണ് പൂരം കലക്കിയെന്ന് പറഞ്ഞു. കമ്മീഷൻ രാത്രി 10 മണി തൊട്ട് വെളുപ്പാങ്കാലത്ത് 7 മണിവരെ അവിടെ അരിഞ്ഞാടുമ്പോ 2 മന്ത്രിമാർ ആ ജില്ലയിലുണ്ടായിരുന്നു. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ഉറങ്ങായിരുന്നു മുഴുവൻ സമയം. ഇങ്ങനെ ഒരു കമ്മീഷണർ അരിഞ്ഞാടുന്നത് അറിഞ്ഞില്ലേ? നിയന്ത്രിച്ചില്ല. അപ്പൊ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പൂരം കലക്കിയത്. അതിന്റെ എല്ലാം ഒരുപാട് കാരണങ്ങൾ, അത് മാത്രമല്ല വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും പരിശോധിക്കും. ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ UDF-ന്റെ വോട്ടുകളാണ് കൂടുതലും BJP സ്ഥാനാർത്ഥി വിജയത്തിന് കാരണമായിരിക്കുന്നത്. അതൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം പല സാഹചര്യത്തിലാണ് നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിലെ നിയോജകമണ്ഡലത്തിലെ 7 നിയോജകമണ്ഡലത്തിലും LDF MLA-മാരില്ലേ ഉള്ളത്? അല്ലല്ല, LDF MLA-മാരല്ലേ ഉള്ളത് 7 നിയോജകമണ്ഡലത്തിലും. അപ്പൊ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി അവർക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് ഭൂരിപക്ഷം 7 നിയോജകമണ്ഡലത്തിലും ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എത്ര ഭൂരിപക്ഷത്തിന് ജയിച്ചേനെ? നിങ്ങൾ കഴിഞ്ഞ 2019 ഇലക്ഷൻ പറഞ്ഞത്, ഞാൻ 2021 ഇലക്ഷനാണ് ഞാൻ പറയുന്നത്. ആ 21 7 നിയോജകമണ്ഡലത്തിലും ജയിച്ചത് LDF-ന്റെ MLA-മാരാണ്. അവർക്ക് എല്ലാവർക്കും കിട്ടിയതിന്റെ 3-1 വെച്ച് ഭൂരിപക്ഷം. ഈ VS സുനിൽകുമാർ കിട്ടിയെങ്കിൽ VS സുനിൽകുമാർ ജയിച്ചനല്ലോ, BJP ജയിക്കില്ലായിരുന്നല്ലോ. ആലത്തൂരിലെ ഒരു സിറ്റിംഗ് സീറ്റ് പോയല്ലോ, അത് പോയി, അത് പരാജയപ്പെട്ടു. നമുക്കറിയാലോ, ഇവയെല്ലാം ജയിക്കില്ലല്ലോ, എല്ലാം ജയിച്ചില്ല. അതുകൂടി ജയിക്കണമായിരുന്നു. 20,000 വോട്ടിനെ തോറ്റുള്ളൂ. ആലത്തൂര് കേരളത്തിൽ CPM-ന് ഏറ്റവും വലിയ അടിത്തറയുള്ള
പാർലമെന്റ് മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജയിച്ചത്. ഇപ്പോൾ മന്ത്രിയായ അവിടെ നിരവധി വർഷം MLA ആയ കെ രാധാകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത്. അവിടെയും ഞങ്ങൾ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പാലക്കാട് ജില്ലയിലും പരിശോധിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം പറഞ്ഞുപോയി, 9 പേരാണ് UDFന്റെ 1 ലക്ഷത്തിൽ മീതെ ജയിച്ചത്. അതിൽ 4 പേർക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ട്. ചിലർക്ക് 2.5 ലക്ഷമൊക്കെ കഴിഞ്ഞു. എറണാകുളത്തൊക്കെ 2.5 ലക്ഷം കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. അതുപോലെ മലപ്പുറത്ത്, പൊന്നാനിയില്, ഇടുക്കിയില് KPCC പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടൻ ജയിച്ച ഭൂരിപക്ഷം. വടകരയിലെ ഷാഫി എന്തായിരുന്നു? ഷാഫി അവിടെ എന്തായിരുന്നു? എന്തെല്ലാം ബഹളം ഉണ്ടാക്കി, എന്തെല്ലാം വർഗീയത പറഞ്ഞു വരുത്തി. ജനങ്ങൾ വോട്ട് ചെയ്ത്, എല്ലാവരും കൂടി വോട്ട് ചെയ്ത്. എത്ര വലിയ ഭൂരിപക്ഷമാണ് അവിടെ എല്ലാം ജയിച്ചിരിക്കുന്നത്? എത്ര സീറ്റാണ് അതുപോലെ ജയിച്ചിരിക്കുന്ന പാലക്കാട്? എത്ര വോട്ട്? കഴിഞ്ഞ പ്രാവശ്യം 11,000 വോട്ടിന് ജയിച്ചതാണ്. ഇപ്രാവശ്യം ജയിച്ചത് 80,000 വോട്ടിനാണ്. MK രാഘവൻ കോഴിക്കോട് ജയിച്ചത് എത്ര വോട്ടിന്? ലക്ഷക്കണക്കിന് വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഭയങ്കരമായ ഒരു UDF തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ജനങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു, വിനയാനിതരായി തലകുനിച്ച് പറയുന്നു. ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ വിജയം അവരോട് കൂറു പുലർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ഈ തെറ്റുകളെയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തിയായി മുന്നോട്ട് പോകും. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് ഇനി ജോലി എടുക്കണം. ഇതുകൊണ്ട് ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു, ഇനി ഒരുപാട് ജോലി എടുക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഭൂരിപക്ഷവും ഇതിന്റെ ഒരു ഇച്ചിരി അഹങ്കാരം വരുമല്ലോ, സന്തോഷവും അഹങ്കാരമൊക്കെ ഇന്ന് രാത്രി മാച്ചുകളയും. നാളെ മുതൽ അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനം വേറെ തുടങ്ങും. 100 സീറ്റോടുകൂടി UDF കേരളത്തിൽ മിനിമം 100 സീറ്റോടുകൂടി UDF കേരളത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള കഠിനാധ്വാനം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യും, ഒരുമിച്ച് ചെയ്യും. ഇത് കേരളത്തിലെ ഞാൻ പറഞ്ഞ ഈ കൊടും വെയിലത്ത് പണിയെടുത്ത 10,000 ലക്ഷക്കണക്കിന് UDF പ്രവർത്തകന്മാർക്കും ഒരു അവസരം പോലും കേൾപ്പിക്കാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച UDF നേതാക്കന്മാർക്കും അവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആറ്റിക്കലാണ്. തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം ജയിക്കുമെന്ന്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷം കെട്ടുറപ്പ്. നിങ്ങൾ UDF സീറ്റ് വിഭജനം മുതൽ ഈ പോളിംഗ് കഴിഞ്ഞ വൈകുന്നേരം 6 മണിവരെ ഒരു അവസരം കേട്ടോ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു വാർത്തയും കിട്ടാതെ പണ്ടൊക്കെ എന്ത് കോളായിരുന്നു. ഇപ്പൊ ഡൽഹി പോയ വാർത്ത, തിരുവനന്തപുരത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടിയ വാർത്ത, എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ഉണ്ടായ എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒരു ടീമായി നിന്ന് വർക്ക് ചെയ്ത് അതിന്റെ സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. നല്ല വിജയം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പേർക്കുമാണ്, മുഴുവൻ ലീഡേഴ്സിനാണ്. കാരണം അവരെല്ലാം അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. UDFൽ എന്തൊരു കെട്ടുറപ്പായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ. അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. വരട്ടെ, നമ്മൾ ഇന്നിപ്പോ ഇതൊന്ന് എല്ലാവരും സന്തോഷിക്കട്ടെ. ഈ ഒരു മാറ്റം ഡൽഹിയിൽ എന്തൊരു തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. എന്തൊരു ആശ്വാസം ജനങ്ങൾക്ക്. സർക്കാർ രൂപീകരിക്കുന്നത് മാത്രമല്ല, ഒരു സർക്കാരിന്റെ ധിക്കാരവും അഹങ്കാരവും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നടക്കുന്നത് ഇനി നടക്കില്ലല്ലോ. അവിടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാൾമാരായി 100 കോൺഗ്രസ് MPമാരുണ്ട് അല്ലേ. അതാണ്. പിന്നെ ഇന്ത്യ മുന്നണിയിലെ ആളുകളുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമുക്കുണ്ടാവും. രാജ്യത്തെയാണ് കാക്കുന്നത്. രാജ്യത്തിന്റെ കാവലാൾമാരായിട്ട് ഞങ്ങൾ മാറും.